43ാമത് പാലാ രൂപത ബൈബിൾ കൺവെൻഷൻ ഡിസംബർ 19 മുതൽ 23 വരെ പാലാ സെന്റ് തോമസ് കോളേജ് ഗ്രൗണ്ടിൽ നടക്കും. അണക്കര ധ്യാന കേന്ദ്രം ഡയറക്ടർ ഫാദർ ഡൊമിനിക് വാളമാനാൽ കൺവെൻഷന് നേതൃത്വം നൽകും. തിരുപ്പിറവി ഒരുക്കങ്ങളുടെയും സീറോ മലബാർ സഭ സാമുദായിക വർഷാചരണത്തിന്റെയും ഭാഗമായി നടക്കുന്ന കൺവെൻഷന്റെ ഒരുക്കങ്ങൾ പൂർത്തിയായതായി ബിഷപ്പ് മാർ ജോസഫ് കല്ലറങ്ങാട്ട് വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു. 43ാമത് പാലാ രൂപത ബൈബിൾ കൺവെൻഷൻ ഡിസംബർ 19 മുതൽ 23 വരെ പാലാ സെന്റ് തോമസ് കോളേജ് ഗ്രൗണ്ടിൽ നടക്കും. തിരുപ്പിറവി ആഘോഷ ഒരുക്കങ്ങളുടെയും സീറോ മലബാർ സഭയുടെ സാമുദായിക ശാക്തീകരണ വർഷാചരണം രൂപതാ തലത്തിൽ ആരംഭിക്കുന്നതിൻ്റെയും ഭാഗമായാണ് ഈ വർഷം ബൈബിൾ കൺവെൻഷൻ നടക്കുന്നത്. രൂപതയുടെ കുടുംബ സമ്മേളനം കൂടിയായ ബൈബിൾ കൺവെൻഷനിൽ എല്ലാ ഇടവകകളിൽ നിന്നുമുള്ള വിശ്വാസ സമൂഹം ഒത്തുചേരും. അണക്കര മരിയൻ ധ്യാന കേന്ദ്രം ഡയറക്ടർ ഫാദർ ഡൊമിനിക് വാളമാനാലാണ് 5 ദിവസം നീളുന്ന കൺവെൻഷൻ നയിക്കുന്നത്. കൺവെൻഷൻ എല്ലാ ദിവസവും ഉച്ചകഴിഞ്ഞ് 3:30 ജപമാലയോടുകൂടി ആരംഭിക്കും. 4 വിശുദ്ധ കുർബാനയും തുടർന്ന് വചന പ്രഘോഷണവും നടക്കും. രാത്രി 9 ദിവ്യകാരുണ്യ ആരാധനയോടെ സമാപിക്കും. ഡിസംബർ 19 വെള്ളിയാഴ്ച വൈകിട്ട് 5 കർദിനാൾ മാർ ജോർജ് ആലഞ്ചേരി കൺവെൻഷൻ ഉദ്ഘാടനം ചെയ്യും. പാലാ രൂപതാധ്യക്ഷൻ മാർ ജോസഫ് കല്ലറങ്ങാട്ട് അനുഗ്രഹ പ്രഭാഷണം നടത്തും. രൂപത പ്രോട്ടോസ് ഇഞ്ചലൂസ് മോൺസിഞ്ഞോർ ജോസഫ് തടത്തിൽ വികാരി ജനറൽമാർ തുടങ്ങിയവർ കൺവെൻഷൻ ദിവസങ്ങളിൽ വിശുദ്ധ കുർബാന അർപ്പിച്ച് സന്ദേശം നൽകും. ഡിസംബർ 20 മുതലുള്ള കൺവെൻഷൻ ദിവസങ്ങളിൽ വൈകിട്ട് കുമ്പസാരത്തിനുള്ള സൗകര്യവും ഉണ്ടായിരിക്കും. കൺവെൻഷന്റെ സമാപന ദിവസമായ ഡിസംബർ 23 വൈകിട്ട് മലങ്കര മാർത്തോമ സുറിയാനി സഭയുടെ പരമാധ്യക്ഷൻ ഡോക്ടർ തിയോഡോഷ്യസ് മാർത്തോമ മെത്രോപൊലിത്ത സമാപന സന്ദേശം നൽകും. ബൈബിൾ കൺവെൻഷൻ 43ാമത് കൂടിവരവാണ്. നമ്മളുടെ ഓട്ടോണമസ് കോളേജ് സെന്റ് തോമസ് കോളേജിൻ്റെ ഗ്രൗണ്ട്സിലാണ് ഈ സമ്മേളനം നടത്തുന്നത്. അതിലേക്ക് രൂപതയിൽപ്പെട്ടവരും അയൽപക്ക രൂപതക്കാരുമായിട്ടുള്ള ധാരാളം പേര് വന്ന് പങ്കെടുക്കും. എല്ലാ വർഷവും നമ്മൾ കാണുന്നത് അങ്ങനെയാണ്. ദൈവവചനം ഒന്നിച്ചിരുന്ന് പഠിക്കുന്ന ആ ഒരു പ്രക്രിയയാണത്. ദൈവത്തിൻ്റെ വചനം, ദൈവം പറഞ്ഞ വചനങ്ങൾ തിരുവചനങ്ങളാണ്. അത് നമ്മൾ സഭയായിട്ട് ഒന്നിച്ചിരുന്ന് വലിയ സമൂഹത്തിലിരുന്ന് അത് കേൾക്കുകയും അതിനെ വ്യാഖ്യാനിക്കുകയും ഒക്കെ ചെയ്യുമ്പോൾ അതിന് കൂടുതൽ പ്രസക്തിയുണ്ട്. ദൈവത്തിൻ്റെ വചനം നമ്മൾ നിരന്തരമായിട്ട് വ്യാഖ്യാനിക്കണം. വെറുതെ നമ്മൾ വായിക്കുക മാത്രമല്ല. വലിയ പണ്ഡിതന്മാർ പറയാറുണ്ടല്ലോ, ഒരു വ്യാഖ്യാതാവിൻ്റെ മഹിമ എന്ന് പറയുന്നത് പ്രത്യക്ഷത്തിൽ എഴുതിയിട്ടില്ലാത്ത കാര്യങ്ങളിലേക്ക് നമ്മൾ കൊണ്ടുവരികയാണ്. കൺവെൻഷന്റെ വിജയത്തിനായി പബ്ലിസിറ്റി, സ്വീകരണം, ഫിനാൻസ്, വിജിലൻസ്, പന്തൽ, അക്കോമഡേഷൻ, ആരാധനാക്രമം, ഫുഡ്, ട്രാഫിക്, വോളണ്ടിയർ, സ്റ്റേജ്, ലൈറ്റ് ആൻഡ് സൗണ്ട്, കുടിവെള്ളം, മധ്യസ്ഥ പ്രാർത്ഥന, കുമ്പസാരം തുടങ്ങി വിവിധ കമ്മിറ്റികൾ പ്രവർത്തിക്കുന്നുണ്ട്. പാലാ ബിഷപ്പ് ഹൗസിൽ നടന്ന വാർത്താ സമ്മേളനത്തിൽ മാർ ജോസഫ് കല്ലറങ്ങാട്ട് കൺവെൻഷൻ ക്രമീകരണങ്ങളെക്കുറിച്ച് വിശദീകരിച്ചു. രൂപത പ്രോട്ടോസ് ഇഞ്ചലൂസ് ഫാദർ ജോസഫ് തലത്തിൽ, വികാരി ജനറൽമാരായ മോൺസിഞ്ഞോർ സെബാസ്റ്റ്യൻ വേത്താനത്ത്, മോൺസിഞ്ഞോർ ജോസഫ് മലയപ്പറമ്പിൽ, മോൺസിഞ്ഞോർ ജോസഫ് കണിയൊടിക്കൽ, റവറൻഡ് ഫാദർ ജോസഫ് മുത്തനാട്ട്, ഫാദർ ജോസഫ് കുറ്റിയാങ്കൽ, രൂപത ഇവാഞ്ചലൈസേഷൻ ഡയറക്ടർ ഫാദർ ജോസഫ് അരിമറ്റത്ത്, ഫാദർ ആൽബിൻ പുതുപ്പറമ്പിൽ, ഫാദർ ജോർജ് നെല്ലിക്കുന്ന് ചെരുവ് പുരയിടം, ജോർജ് കുട്ടി ഞാവളിൽ, പോൾസൺ പുരിയത്ത്, സണ്ണി പള്ളിവാതുകൽ, ജിമ്മിച്ചൻ ഇടക്കര, സോഫി വൈപ്പന എന്നിവർ പങ്കെടുത്തു. സ്റ്റാർ വിഷൻ ന്യൂസ്, പാലാ.